ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, കോടതിയിൽ പ്രത്യേകിച്ച് കത്തിന്റെ കാര്യങ്ങളടക്കം അതായത് അപ്പൻചേട്ടനെ സംബന്ധിച്ചുള്ള DCC രണ്ടാം പ്രതിയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു അലിഗേഷൻ ഈ ലെറ്ററിൽ KPCC പ്രസിഡന്റ് അയച്ചു കൊടുത്ത ലെറ്റർ അത് സൂയിസൈഡ് നോട്ടല്ല. സൂയിസൈഡ് നോട്ടിൽ മകൻ കൊടുത്തതിൽ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. അത് മക്കൾ നിങ്ങൾ നന്നായി ജീവിക്കണം എന്നൊക്കെ ഉള്ളൂ. ഈ ലെറ്ററിൽ പറയുന്നത് 10 ലക്ഷം രൂപ ചാക്കോന്റെ മകന് ജോലിക്ക് വേണ്ടി ഗോപിനാഥ് മാഷും അപ്പൻചേട്ടനും വാങ്ങിയിരുന്നു. അത് ചോദിച്ചിട്ട് പല പ്രാവശ്യം തരാമെന്ന് പറയാൻ തന്നെ തന്നിട്ടില്ല. പക്ഷെ അതും പറഞ്ഞ് എൻ്റെ 8 സെന്റാണ് കൊടുത്തത്. അത് TR ബാലകൃഷ്ണൻ മുഖാന്തരം അത് ചാക്കോ കേസ് ഫയൽ ചെയ്തപ്പം ഞാൻ നോട്ടീസ് അയച്ചു. അങ്ങനെ ചാക്കോ ഇയാളും തമ്മിലൊരു വിറ്റ് അഗ്രിമെന്റ് 8 സെന്റിന് വേണ്ടി വിറ്റ് അഗ്രിമെന്റ് ആക്കി 13 ലക്ഷം രൂപയുടെ വിറ്റ് അഗ്രിമെന്റ്. അപ്പോൾ ചാക്കോ ആയിട്ടുള്ള 8 സെന്റിന്റെ കേസാണ് ഈ ലെറ്ററിൽ പറയുന്നത്. അപ്പോൾ അത് വിറ്റ് അഗ്രിമെന്റ് 13 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ 12 ലക്ഷം രൂപ കൊടുത്തു കൈയോടെ. ബാക്കി 1 ലക്ഷം രൂപയുമായി ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പം NM വിജയൻ വന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. അങ്ങനെ അയാൾ നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ച് തന്നെ TR ബാലകൃഷ്ണൻ എൻ്റെ എല്ലാ കേസിൻ്റെ കാര്യങ്ങളും അറിയാവുന്ന കോൺഗ്രസ് ലീഗൽ സെല്ലിൻ്റെ സീനിയർ അഭിഭാഷകൻ TR ബാലകൃഷ്ണൻ സീനിയർ സിവിൽ ലോയറാണ്. അയാൾ ഒരു റിപ്ലൈ നോട്ടീസ് അയച്ചു. ആർക്ക്? ഷൈജു മാണിച്ചാർ വക്കീൽ, ഈ ചാക്കോൻ്റെ വക്കീലിന്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകന് ഗുരുതരമായ അസുഖമുണ്ട്, 5 ലക്ഷം രൂപ എനിക്ക് പണം, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിനെ കണ്ടു, മേ ബി ഇറ്റ് ഈസ് ND അപ്പച്ചൻ. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാളുണ്ട് ചാക്കോ, അയാളെ പോയി കണ്ടാൽ മതി, സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ മകൻ്റെ ചികിത്സാ ആവശ്യാർത്ഥം ഞാൻ കടം വാങ്ങി. അത് സ്റ്റാമ്പ് പേപ്പർ, ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുത്തു, ബ്ലാങ്ക് ലെഡ്ജർ പേപ്പർ കൊടുത്തു. അത് അദ്ദേഹം സെയിൽ അഗ്രിമെൻ്റ് ആക്കി മാറ്റിയതാണ്. അങ്ങനെയല്ല. അത് തന്നെ അദ്ദേഹത്തിൻ്റെ OS 121/22 എന്ന നമ്പർ കേസിൽ NM വിജയൻ പ്രതിയായിരുന്നു. പ്രതിയായിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പത്രിക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല രേഖ, അദ്ദേഹത്തിൻ്റെ അതെല്ലാം അദ്ദേഹം ഹാജരാക്കി. അതിലൊക്കെ ഈ സെയിം കാര്യങ്ങളാണ്. മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം വാങ്ങിയെന്നാണ്, മറ്റ് 10 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സുപ്രീം കോടതി ഇന്ന് വരെ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അതായത് കോടതിയുടെ മുൻപിലുള്ള എല്ലാ മെറ്റീരിയൽസും, പ്രതിഭാഗവും വാദിഭാഗവും ഹാജരാക്കുന്ന മെറ്റീരിയൽസ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു സംശയം ഉണ്ടെങ്കിൽ, അതായത് അലിഗേഷൻസ്, പ്രോസിക്യൂഷൻസ് മുന്നോട്ട് വെച്ച ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു സംശയമുണ്ടെങ്കിൽ, then the court has no other options but to invoke the special provision of section 438, that is anticipatory bail. അത് മുൻകൂർ ജാമ്യം കൊടുത്തേ മതിയാവൂ. ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. മറ്റ് വികാരപരം മഹീന്ദ്ര വേഴ്സസ് മധ്യപ്രദേശ് സുപ്രീം കോടതി റൂളിംഗ് ഇന്ന് അതിലും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കുടുംബത്തിൻ്റെ വികാരങ്ങളെ അവരെ തണുപ്പിക്കുന്നതിന് വേണ്ടി കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒരു സെക്ഷൻ 306 ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കേസെടുക്കുകയോ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ പാടില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയിൽ ലേറ്റസ്റ്റ് ഡിസിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ ഈ ND അപ്പച്ചന് വേണ്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ, ഇദ്ദേഹം റിലേ ചെയ്ത ഈ റിപ്ലൈ നോട്ടീസ്, അഫിഡവിറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, വിജയൻ ഹാജരാക്കിയ രേഖകളാണ് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിഭാ രേഖകളാണ്. അതായത് അതൊക്കെ അഡ്മിറ്റഡ് എവിഡൻസ്. അതായത് സെക്ഷൻ 83 പറയുന്നുണ്ട്, ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്, അതായത് എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഒരു അഡ്മിറ്റ് ചെയ്ത കാര്യം എവിഡൻസ് ആണ്. ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്താണ്. അപ്പൊ അതും കോടതി എന്തായാലും അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, അഭിഭാഷകരുടെ പ്രതികരണം എന്താണ്? കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വസിക്കാം, മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇത് തികച്ചും രാഷ്ട്രീയപരമായി LDF ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണ് എന്ന കാര്യത്തിൽ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഒരു വ്യക്തത വന്നിരിക്കുക.